ഹലോ എവരിബഡി, ദിസ് ഈസ് ഹരിനന്ദനൻ ഫ്രം ഏവം സോൾ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മാജിദ് ആൻഡ് നിരഞ്ജൻ. ഇവർ രണ്ടുപേരും ഫിസിക്സ് സ്റ്റുഡൻസ് ആണ്. സോ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടന്നു. സോ ഗൈസ്, നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ്. സോ ഓവർ തിങ്കിങ് എന്നുള്ളത് ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ സൊസൈറ്റിൻ്റെ ഇടയിൽ. ഒരു ചെറിയ കുട്ടി മുതൽ ഗ്രോണപ്പ് ആയിട്ടുള്ള ഒരു അഡൽട്ട് വരെ എല്ലാവരും ഈ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? സോ ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ തിങ്കിങ് തന്നെയാണ്. ഇപ്പോൾ തിങ്കിങ് എന്നുള്ളത് ഓവർ ആവുന്നിടത്താണ് പ്രശ്നങ്ങൾ വരുന്നത്. അതൊരു ഓവർ തിങ്കിങ് ഒരിക്കലും ഒരു പ്രശ്നമല്ല, അത് ഈ ഓവർ ആവുന്നതിന്റെ കുറച്ച് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ തിങ്കിങ് ഓവർ ആവുക എപ്പോഴൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഈ 2 ഗ്ലാസ് ഇത് കപ്പുകളായിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ കോഫി ഓർഡർ ചെയ്തു, കോഫി നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കപ്പിൽ കൊണ്ടുവന്നു. ഇവൻ കുറച്ച് നോർമൽ വാട്ടർ മതി എന്ന് പറഞ്ഞു, പച്ചവെള്ളം കൊണ്ടുവന്നത് നല്ല നോർമൽ ആയിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഗ്ലാസ്സിൽ. ഇപ്പോൾ ഒരു ഓവർ തിങ്കിങ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ 2 ഗ്ലാസ്സിലാക്കി കൊണ്ടുവന്നത്, ഇതെന്തുകൊണ്ട് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ്, എന്തുകൊണ്ട് പ്ലെയിൻ വൈറ്റ് യൂസ് ചെയ്തില്ല, ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ളത് എന്തുകൊണ്ട് കൊണ്ടുവന്നു, കോഫി എന്താ ഇങ്ങനെ പതഞ്ഞിരിക്കണേ, അങ്ങനത്തെ ഒക്കെ രീതിക്ക് ചിന്തിക്കുക. അതേപോലെ ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഇയാൾ എന്തെങ്കിലും കൈ കൊണ്ട് എന്തെങ്കിലും ഫിഡ്ജറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത കാര്യം. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ 2 ഗ്ലാസ്സിലും ഓരോ വെള്ളം കുടിക്കുന്നത്, ഞാൻ കോഫി കുടിക്കുന്നു, അത്ര ചിന്തിച്ചാൽ മതി. പക്ഷെ അതിന് പകരം ഈ കപ്പിനെ കുറിച്ചിട്ടും ഇതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ അത് അത്രയും എൻ്റെ മൈൻഡിൽ അത്രയും സ്ട്രെസ് കൊണ്ടുവരികയാണ്. അത് ഓവറായിട്ട് ഞാൻ ചിന്തിക്കുന്നതിനെ ഓവറായിട്ട് ചിന്തിക്കുകയാണ്. അവിടെയാണ് ഈ ഓവർ തിങ്കിങ്ങിന്റെ പ്രശ്നങ്ങൾ മെയിനായിട്ട് വരുന്നത്. ഇപ്പൊ ഈ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, അഡൽട്സ് വരെ കംപ്ലീറ്റ്ലി സത്യമാണ്. കറന്റ് സിറ്റുവേഷനിൽ നമ്മളെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ എല്ലാവരും ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അത് പലർക്കും അവരുടേതായിട്ടുള്ള പല സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടാണ്. പറഞ്ഞ ഒരു ചെറിയൊരു ഇതെന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ പറഞ്ഞ കപ്പിന്റെ കേസ്, ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരു കളർഫുൾ കപ്പ് അല്ലെങ്കിൽ നോർമൽ കപ്പ് എന്നുള്ളതിന്റെ അപ്പുറം ഇത് ഒരു അൺവാണ്ടഡ് തിങ്കിങ് തന്നെയാണ്. കുറച്ചുകൂടെ പ്രശ്നം അവിടെ എന്താന്ന് വെച്ചാല്, ഇപ്പൊ എനിക്കത് ഞാനിപ്പോ വെള്ളമാണ് ഓർഡർ ചെയ്തത്, അതുകൊണ്ട് സാധാ കപ്പിൽ തന്നു. അവൻ കോഫി ഓർഡർ ചെയ്തുകൊണ്ടാണ് ഒരു വേറെ കളർ ഇതിൽ കൊടുത്തത്. അപ്പൊ എന്താ എനിക്ക് ഇതാവുന്നത് സാധാ ഇതിൽ തന്നത്, ഞാൻ എന്താ പറയാ കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടാണോ കാണുന്നത്, ആ രീതിയിൽ ആലോചിക്കുമ്പോഴാണ് ഒരു പ്രശ്നമായി മാറുന്നത്. അപ്പൊ ഞാൻ മറ്റേത് ആലോചിക്കുന്നത് അൺവാണ്ടഡ് തന്നെയാണ്, യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. പക്ഷെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ കുറച്ചുകൂടെ ഇറ്റ്സ് അഫക്റ്റിംഗ് അവർ. കാരണം അത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല, വേറെ ആരും ബാധിക്കാൻ പോണില്ല. ഈ കോഫി കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് വെയിറ്ററിനെ ബാധിക്കണില്ല, ഇവനെ ബാധിക്കണില്ല, എന്നെ ബാധിക്കണില്ല, അതില്ല. ഞാൻ ഇന്നെ തന്നെ മെന്റലി ഡിസ്ട്രോയ് ചെയ്യുകയാണെന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇനി അതേപോലെ ഇപ്പൊ ഒരു കഴിഞ്ഞ വീക്കിലൊരു ഞാൻ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. അപ്പോ ഞാൻ ഫസ്റ്റ് ബെഞ്ചിലായിരുന്നു. ഞാൻ ഒന്നുകൂടെ കണ്ടന്റ് ഒക്കെ ഞാൻ നന്നായി ഫോളോ ചെയ്യണം. കാരണം ഇന്ന് രാത്രിയുള്ള അല്ല നമ്മൾ നാളെ രാവിലെ നിൽക്കുമ്പോൾ കാണുന്നത്, ഡെയിലി മാറിക്കൊണ്ടിരിക്കുക. സോ ഞാൻ തുടക്കത്തിൽ സാറിനോട് ഡൗട്ട് ചോദിക്കാൻ ഒരു മടി, ഇവരെന്തെങ്കിലും സാർ എന്തെങ്കിലും വിചാരിക്കുമോ, അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള അറ്റൻഡേഴ്സ് എന്തെങ്കിലും വിചാരിക്കുമോ എന്നൊക്കെ. ഒരു അൺവാണ്ടഡ് സാധനമാണ്. ഞാൻ അവസാനം എന്നിട്ട് ഓക്കെ ചോദിക്കാന്നുള്ളതിൽ മൈൻഡില് ചോദിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോ സാർ പറഞ്ഞു, പിന്നെ ഇതുവരെ ഞാൻ ക്ലാസ് പോയി 5-6 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, സാർ അതിനുള്ള ഉത്തരമൊക്കെ പറഞ്ഞു. ആഫ്റ്റർ ദ വർക്ക്ഷോപ്പ് സാർ ഈവൻ കോംപ്ലിമെന്റഡ് മീ. കാരണം അത്യാവശ്യം ഞാൻ ഫോളോ ചെയ്യേണ്ടുന്ന സാധനം. ഞാൻ തുടക്കത്തിൽ അതൊരു അൺവാണ്ടഡ് ഓവർ തിങ്കിങ് ആയിരുന്നു. സാർ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് എടുക്കുമോ, അല്ലെങ്കിൽ കുട്ടികൾ എന്തായാലും വിചാരിച്ചാന്നുള്ളത് എന്നെ ബാധിക്കുന്ന കേസല്ല, സാർ എന്താന്നുള്ളതാണ്. സാറിന് ഞാൻ ചോദിക്കാന്നുള്ളത് നല്ല കാര്യമാണ്. കാരണം ഞങ്ങൾ സാധനം ചോദിക്കുമ്പോ എന്ന് പറഞ്ഞാൽ സാറിന് അതൊരു നടക്കേണ്ടതുള്ളതാണ്, സാറ് പറഞ്ഞാൽ മനസ്സിലാവേണ്ടതുള്ളതാണ്. ഞാനൊരു അവിടെ ചോദിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ അതിന്റെ ഒരു ഓവർ തിങ്കിങ് കാരണം ഞാൻ എന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കളയാന്നുള്ളത് മാത്രമേ നടക്കുള്ളൂ. ഞാൻ ചോദിച്ചുകൊണ്ടാണത് അവിടെ ഞാൻ എന്തായതും അതിനുള്ള എന്റെ ഡൗട്ട് മാറിയതും ആ ഒരു കോൺവെർസേഷൻ ഹെൽപ്ഫുൾ ആയതും എല്ലാം. അപ്പൊ അതാണ് നമ്മളെ തന്നെ ഒരു ഓവർ തിങ്കിങ് എന്നുള്ളതിന്റെ ബേസിൽ അല്ലെങ്കിൽ നമ്മള് വേണ്ടാത്ത രീതിയിൽ ഇങ്ങനെ സ്വയം ഇരുന്ന് ആലോചിച്ച് നമ്മളെ പൊട്ടൻഷ്യൽ തന്നെ നമ്മൾ ഡൗട്ട് ചെയ്തു. സോ നിങ്ങളൊരു സ്റ്റുഡൻസ് ആണ്. അപ്പോൾ സ്റ്റുഡൻസിന്റെ ഒരു പെർസ്പെക്റ്റീവില് ഓവർ തിങ്കിങ് ചെയ്യാനുള്ള റീസണുകൾ എന്തൊക്കെയായിരിക്കും? സ്റ്റുഡന്റ് എന്നുള്ള പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എന്റെ കാര്യമാണെങ്കിൽ ഞാൻ ഫിസിക്സ് എടുത്തത് ഒരു സബ്ജക്റ്റ് കൊണ്ടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്, അതിന്റെ ഒരു മെയിൻ കരിയർ ഓപ്ഷൻ അല്ല. ഫിസിക്സ് സബ്ജക്ട് എനിക്ക് അത്രയും നല്ല ഇഷ്ടമാണ്, എപ്പോഴും ഞാൻ പഠിക്കുന്ന ഇഷ്ടത്തിന്റെ പേരിലാണ്. അല്ലാതെ അതിന്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ എനിക്ക് ഫൈനാൻസ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ്, ഇപ്പൊ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി, അതാണ് എന്റെ ഫ്യൂച്ചർ. അപ്പൊ ഞാൻ അതിലേക്ക് ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് പോകുമ്പോൾ
എന്റെ ഫാമിലി അതേപോലെ എന്റെ ക്ലോസ് സർക്കിൾ എല്ലാം അത് അവർക്ക് അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. കാരണം അതൊരു ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ സാധനമല്ല. അപ്പോ അതില് അവരെ പറ്റി നമ്മൾ ഓവർ ബോധേഡായി അവരെന്ത് വിചാരിക്കുന്നുള്ളതിന്റെ ഇതിൽ നമ്മൾ നിൽക്കരുത് ഒരിക്കലും. അതേപോലെ നമ്മളെ പിയർ ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നെഗറ്റീവ് ഉണ്ടാവുക. ഇവൻ എന്തായി ചെയ്യണെന്നുള്ള സാധനമാണ്, ചെയ്യാന്നുള്ള സാധനമാണ് വരിക. നമ്മൾ അതിനൊരിക്കലും ഇതാവരുത്. ഒരു 100 ആൾ നെഗറ്റീവ് പറഞ്ഞാലും ഓക്കെ, അവർക്ക് നമ്മുടെ സാധനം അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അവർക്ക് മനസ്സിലാവണില്ല എന്നുള്ള സാധനം എടുക്കണം. ഇത് ശരിക്കും ഒരു ഇതാണ്. ഇപ്പൊ ഞാൻ കോൺട്രപ്രേഷൻ ചെയ്ത സമയത്താണെങ്കിലും ഇപ്പൊ ഞാൻ റീസെന്റ് ഒരു റിവ്യൂ ഇട്ടു സിനിമയുടെ സ്റ്റോറി, നല്ല ബുക്ക് കിട്ടി. പറഞ്ഞാല് എന്റെ ഫസ്റ്റ് ടൈം ആണത് ഞാൻ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത്, ആദ്യമായിട്ടാണത്. അന്നപ്പോ എനിക്കറിയാം അത് കുറച്ച് ബെറ്റർ ആവും. ഫസ്റ്റ് റോ ആണ്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ ഇവനാണെങ്കിൽ അതൊന്നുകൂടെ ഇതാണ്, സ്റ്റേജ് ഫിയർ ഒക്കെ മാറി ക്യാമറ സംസാരിക്കാൻ എക്സ്പീരിയൻസിനാണ്. അപ്പൊ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അങ്ങനെ ആവുക. ഇവനും ഫസ്റ്റ് ടൈം തന്നെ അത് ചെയ്തിന്റെ മുകളിൽ കയറി മൈക്ക് എടുത്ത് സംസാരിച്ചാലില്ല. അതേപോലെ ആവും. ബാക്കിയുള്ളവരാരെങ്കിലും വന്ന് നെഗറ്റീവ് പറയുന്നുള്ളത് നമ്മള് അത് ആലോചിച്ച് ഇനി ചെയ്യാതിരിക്കരുത്. ഇനി എന്റെ പാത്തിൽ ഞാൻ ഈ മുന്നോട്ട് പോകന്നെ വേണം. ഇനി ഇവന്റെ പറയാം. ഒരു സ്റ്റുഡന്റിന്റെ പെർസ്പെക്റ്റീവ് മെയിൻ ആയിട്ട് ഓവർ തിങ്കിങ് വരിക എന്നുള്ളത്, ഇപ്പോ ബേസിക്കലി നമ്മളിപ്പോ ഒരു അഡൽട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാനും മെയിൻ ആയിട്ട് ഫാമിലിനെ കംപ്ലീറ്റ് കൺസിഡർ ചെയ്യണം, ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു തോട്ടാണ് മെയിൻ ആയിട്ട് മൈൻഡിൽ വരും. അതിന് വേണ്ടിയിട്ട് പണിക്ക് പോകണം, പൈസ ഉണ്ടാക്കണം, കുടുംബം നോക്കണം, ആ ഒരു മൈൻഡ് സെറ്റ്. ഇപ്പൊ ഒരു ബിലോ ഒരു 15 ഏജ് ആണെങ്കിൽ ഇപ്പൊ ഒരു SSLC താഴെ അല്ലെങ്കിൽ +2 താഴെ ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത് ഈ ഒരു സ്റ്റഡീസിൽ. എല്ലാവരും നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ട്യൂഷന് പോകുന്നു, വെക്കേഷനിൽ ട്യൂഷന് പോകുന്നു, പഠിക്കുക, മാർക്ക് മേടിക്കുക, ഫുൾ A+ അല്ലെങ്കിൽ ഇത് മേടിക്കുക, ആ ഒരു തോട്ടം മാത്രമേ അതിലുള്ളൂ. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് നമ്മളിപ്പോ മെയിൻലി നമ്മുടെ ഈ ഒരു ഡിഗ്രി ടൈം, സ്പെഷ്യലി നമ്മൾ ആ ഒരു അഡൽട്ട്ഹുഡിൽ നമ്മൾ ഈ ഒരു ടീനേജിൽ നിന്ന് അഡൽട്ടിക്ക് മാറുന്ന ടൈമിലാണ് മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ഓവർ തിങ്കിങ് എന്നുള്ള സാധനം വരും. കാരണം അവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ ഒരേ ടൈമിൽ മാനേജ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ താഴെ പറഞ്ഞ സ്റ്റഡീസ്, നമ്മൾ ഒരു +2 വരെയുള്ള സ്റ്റഡീസ് മാനേജ് ചെയ്യണം. നമ്മൾ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഡിഗ്രിയാണ് ചെയ്യും. ഡിഗ്രീന്റെ ടൈമിൽ നമുക്ക് അക്കാഡമിക് പ്രഷർ, നമുക്ക് ഈ ഒരു 6 സെമസ്റ്റർ ആണെങ്കിൽ 6 സെമസ്റ്ററിൽ മാക്സിമം ഫോക്കസ് ചെയ്യണം, അതിൽ മാക്സിമം മാർക്ക് വരാൻ നമ്മൾ കരിയർ അതിലാണ് ഡിപ്പെൻഡ് ചെയ്യണം. ഇതേ ടൈമിൽ നമുക്ക് ബേസിക്കലി നമ്മളിപ്പോൾ കാര്യമാണെങ്കിൽ നമ്മളെല്ലാവരും ബോയ്സിന്റെ കാര്യത്തിൽ തന്നെ മെയിൻലി നമുക്ക് വീട്ടിൽ പൈസ ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ നമ്മുടെ ചെലവിനും കോളേജിലുള്ള ചെലവുകൾക്കൊക്കെ നമുക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈൻഡ് സെറ്റ് നമ്മൾ ആ വെക്കാൻ ചിന്തിക്കാം. അപ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടം അങ്ങനെ. ഇതിന്റെ എല്ലാ ഇടയിൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും, ഇപ്പോൾ ഒരു എക്സ്ട്രാ കരിക്കുലർ, ഇപ്പൊ എന്റെ കേസിലാണെങ്കിൽ ഞാൻ ഒരു അത്ലറ്റ് ആണ്, സ്പോർട്സ് പേഴ്സൺ ആണ്. അപ്പോൾ അതൊരു കേസിൽ എനിക്ക് അതും കൂടെ ചിന്തിക്കാണ്. ഇതിനൊക്കെ പുറമെ ഇനി നാലാമതായിട്ട് ഒരാൾക്ക് ഇനിയിപ്പോൾ ഒരു റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ റിലേഷൻ, ഇങ്ങനെ ഒരുപാട് പോയിന്റ്സ് ഈ ഒരു ടൈമിൽ വരും. ഇപ്പൊ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കാട് കയറി ഭയങ്കരമായിട്ട് ചിന്തിക്കും. ഇപ്പൊ ഞാൻ എന്റെ ഫാമിലിന്റെ കാര്യം നോക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ എന്റെ റിലേഷനിൽ എന്റെ പാർട്ട്ണറുടെ കാര്യം നോക്കാണ്ട് അതങ്ങനെ രണ്ടും കൂടെ കോൺട്രഡിക്ട് ചെയ്ത് രണ്ടും കൂടെ എവിടെ എത്താത്ത പോലെ ആ അവിടെയാണ് വിഷയം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ഓവർ തിങ്കിങ്, നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുക. ഇപ്പൊ ഫാമിലിനെ നോക്കണം, ഫാമിലിനെ സാറ്റിസ്ഫൈ ചെയ്യണം, പാർട്ട്ണറിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ ഇനിയിപ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അക്കാഡമിക്കലി താഴെ പോകാൻ പാടില്ല, മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഈ ഓവർ തിങ്കിങ് കൂടും. ഇപ്പൊ നോർമൽ സ്റ്റുഡന്റ് എന്നുള്ള അല്ലെങ്കിൽ നോർമൽ പേഴ്സൺ എന്നുള്ള മെയിൻലി ഈ ഒരു ടീനേജ് ടു അഡൽട്ട്ഹുഡ് ആ ഒരു ഗ്യാപ്പിലുള്ള മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഇതാണ്. ഈ ഓവർ തിങ്കിങ്ങിനുള്ള മെയിൻ കോസ് ഇതാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ വിഷയമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ ഗ്രോണപ്പ് ആയിട്ടുള്ള ആൾക്കാർ, അഡൽട്സ് വരെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഓവർ തിങ്കിങ്ങിന്? ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു ഒബ്വിയസ്ലി ഒരു കരച്ചിൽ തുടങ്ങുന്ന പ്രായം തൊട്ടേ ഒരു ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് കൈ പിടിക്കാൻ പാകത്തിനുള്ള കുട്ടിയായോ കയ്യിൽ ഫോണാണ്. അത് യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഏതെങ്കിലും ഒന്ന് എന്തായാലും ആ ഒരു കുട്ടി കയ്യിൽ യൂസ് ചെയ്യും. അപ്പൊ ആ പ്രായം തൊട്ട് ഇപ്പൊ ഈ പറഞ്ഞ അഡൽട്ട് കഴിഞ്ഞ് ഓൾഡ് ഏജ് വരെ ആൾക്കാർ ഇപ്പൊ ഫേസ്ബുക്കിലാണ്. അപ്പൊ അത്രയും ആൾക്കാർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഓവർ തിങ്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ബേസിക്കലി നമ്മളൊക്കെ റീൽസ് കാണുന്നുണ്ട്. ഞാനാണെങ്കിൽ ഈ ആണെങ്കിൽ നമ്മളെല്ലാവരും റീൽസ് ബേസിക്കലി ഒരു ഫ്രീ ടൈം കിട്ടി കഴിഞ്ഞാൽ സ്ക്രോളിംഗ് ആണ്. ഈ ടൈമിൽ നമ്മൾ റീൽസിൽ പല കാര്യങ്ങളും കാണും. അത് പലരുടെ ഇടുന്ന കണ്ടന്റ്സ് ആണ്. ഈ കണ്ടന്റ്സിനൊക്കെ പലരുടെയും കണ്ടന്റ്സ് പല രീതിയിലാണ്. റിയൽ ലൈഫ് അല്ല ഒരിക്കലും റിയൽ ലൈഫ്. അങ്ങനെ ഈ കണ്ടന്റ്സിനെ നമ്മൾ എക്സ്പെക്ടേഷൻസ് കൂട്ടും. നമ്മൾ ഇവരുടെ കണ്ടന്റ്സ് കൂടുന്നു, ഇത് നമ്മുടെ എക്സ്പെക്ടേഷൻസിനെ കൂട്ടുന്നു.
ഞാൻ ഒരു ഇപ്പൊ ബേസിക്കലി റിലേഷൻഷിപ്പ് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു കപ്പിളിന്റെ റീലാണ് ഞാൻ കാണുന്നത്. ഇവര് നല്ല ഹാപ്പി കപ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹാപ്പി ആയിട്ടാണ് റീല് കാണുന്നത്. ഓക്കെ, നമ്മൾ റിയൽ ലൈഫ് എന്താന്നുള്ളത് നമുക്കറിയില്ല. ഒരു പക്ഷെ ഇപ്പൊ എന്റെ ലൈഫിൽ എന്റെ പാർട്ട്ണർ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല അല്ലെ എനിക്ക് കിട്ടുന്നില്ല എന്ന് സപ്പോസ് ജസ്റ്റ് ഇമാജിൻ, പാർട്ട്ണർ ഇല്ലാതെ വേറെ ആരും. അപ്പൊ നമുക്കത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോ ഞാൻ ഒരു റീല് കാണുന്നു, നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു കപ്പിളിനെ. ഒരു കപ്പിളിനെ കാണുന്നു. ഇപ്പൊ ഞാൻ തിങ്ക് ചെയ്യാണ്, എനിക്ക് അങ്ങനെ കപ്പിൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പാർട്ട്ണർ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തിങ്ക് ചെയ്യാം. അപ്പൊ അത് ഓവർ തിങ്കിങ്ങിലേക്ക് ലീഡ് ചെയ്യും. അതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഇപ്പൊ പോട്ടെ, ഒരു ട്രാവലർ, നല്ല ട്രാവൽ ചെയ്യുന്ന ഒരാൾ, എനിക്കിപ്പോ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ട്രാവൽ ചെയ്യാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഇല്ല, സിറ്റുവേഷൻ ഇല്ലാന്ന് കൂട്ടും. അപ്പൊ അയാൾ ട്രാവൽ ചെയ്ത് അയാൾ ലോകം കാണുന്നു. എനിക്കും അതുപോലെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ, എന്റെ അതേ ഏജേ ഉള്ളൂ, അപ്പൊ എനിക്കും അതേപോലെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ തിങ്ക് ചെയ്ത് കയറിപ്പോ. നേരെ പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഇതൊന്നും കാണുന്നില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയ അത്രയും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആ ഒരു ട്രാക്കിലേക്ക്, നമ്മൾ ഈ ഓവർ തിങ്കിങ് എന്നുള്ള ട്രാക്കിലേക്ക്. സോ ഫസ്റ്റ് തിങ്, ഐ ഡോണ്ട് വാച്ച് റീൽസ്. വെരി ഗുഡ്. രണ്ടാമത്തെ ഈ റീൽസ് തന്നെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ഓവർ തിങ്കിങ് പെർസ്പെക്റ്റീവിൽ വരുന്നത്. കാരണം ഇപ്പൊ ഞാൻ പഠിക്കുന്നത് ഒരു ഗവൺമെന്റ് കോളേജിലാണ്, എയ്ഡഡ് കോളേജിലാണ്. അപ്പൊ അവിടുത്തെ പ്രോഗ്രാംസ് ചോദിച്ചാൽ കോളേജ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ നല്ല ഇവന്റ്സ് ആണ്. പക്ഷെ അതൊരു പ്രശ്നം വരും എപ്പോഴാച്ചാല് ഫിലിപ്പീൻസ് കോളേജിലെ പ്രോഗ്രാംസ് നല്ല പ്രോഗ്രാംസ് ആവും. കമ്പാരിറ്റീവ്ലി അവിടെ പ്രോഗ്രാംസിന് ഉള്ള വൈബല്ല കൂടുതൽ, അവിടുത്തെ എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ ആക്സസറീസോ ആണ് കൂടുതൽ. പ്രോഗ്രാം കുറച്ചുകൂടെ ലെവല് ഹൈ ആവും. അപ്പൊ നമ്മളിവിടെ ഉള്ള കോളേജിന്റെ വൈബിലുള്ള പ്രോഗ്രാംസിന്റെ വൈബ് എൻജോയ് ചെയ്യുന്നതിന്റെ അപ്പുറം അവരുടെ പ്രോഗ്രാംസ് അങ്ങനെയാണല്ലോ. ഞാൻ എന്റെ കോളേജിൽ തന്നെ ആണെങ്കിലും മിക്കവാറും കുട്ടികളും നമ്മുടെ കോളേജിൽ പ്രോഗ്രാം ഉണ്ടാവും, ചിലപ്പോ ആ പ്രോഗ്രാംസ് അവർ എൻജോയ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ പരിപാടി രസമില്ല, ആ കോളേജത്ത് അങ്ങനെ ഉണ്ടോ, നമ്മുടെ കോളേജിൽ നമുക്കൊരു റീൽ ഇടാൻ പറ്റുന്നില്ല, ആ കോളേജത്തെ കുട്ടികൾ അങ്ങനെ റീൽസ് ഇടുന്നു. നമ്മൾ ആ ഒരു വ്യത്യാസം, നമ്മുടെ പ്രോഗ്രാം നടക്കാത്തല്ല, പ്രോഗ്രാംസ് നടക്കാത്ത 4 മണി കഴിഞ്ഞാൽ ക്യാമ്പസിൽ ഇരിക്കാൻ പറ്റാത്ത കേരള ക്യാമ്പസുകളുണ്ട്. അങ്ങനെയല്ല, ഞാൻ പഠിക്കണമെങ്കിൽ രാത്രി എപ്പോ വേണമെങ്കിലും ക്യാമ്പസിൽ ഇരിക്കാം, ഫ്രീഡം ഉണ്ട്. ഇല്ല, പക്ഷെ അതേസമയം ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലോ അല്ലെങ്കിൽ തന്നെ അത്രയും ഒരു പൈസ നോക്കിയിട്ട് ഉള്ള സാധനം നോക്കേണ്ട നമ്മൾ ആവശ്യമില്ല അവിടെ. സോഷ്യൽ മീഡിയ, ഞാൻ അതേപോലെ ഇപ്പൊ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പില് ഇപ്പോ ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കപ്പിളാണ് വരിക, അവരുടെ ഇതിലെന്താ അവരുടെ ലൈഫിൽ മൊത്തം കാണിക്കണത് എല്ലാ ഡെയിലി ഹാപ്പി ആണ്. ലൈഫിലുള്ള പ്രശ്നങ്ങൾ അവർ ഇതിൽ കാണിക്കാത്തതാണ്, ക്യാമറയിൽ കാണിക്കാത്തതാണ്. ഒരു കോണ്ടന്റ് ആണ് അവർ കാണിക്കുന്നത്, കോണ്ടന്റിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റഡ് സാധനമാണ്. ഇത് കാണുമ്പോ അയ്യോ അതെന്താ ഇന്റർ റിലേഷനിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ 100% ആൾവേസ് ഹാപ്പി. അങ്ങനെയല്ല, ബിഹൈൻഡ് ദ ക്യാമറ അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു പെർഫെക്റ്റ് കപ്പിൾ കാണുന്നത്, ഈ ഒരു പെർഫെക്റ്റ് കപ്പിളിനെയാണ്. റിയൽ ലൈഫ് എന്താന്നുള്ളത് നമുക്കറിയാം. ഒരു കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എനിക്കിപ്പോ അങ്ങനെ വല്ലാണ്ട് റീച്ച് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ എന്റെ അതേ പ്രായമുള്ള അല്ലെങ്കിൽ ഇന്നേക്കാൾ 2 വയസ്സ് താഴെയുള്ള ഒരു ആളെ നോക്കുകയാണ്. എനിക്കത് 1 മില്യൺ അടിക്കണു, എനിക്കത് 10 മില്യൺ അടിക്കണു. ഞാൻ നാക്കട്ടെ എന്താ വെച്ചാൽ അയാൾക്ക് ഫസ്റ്റ് വീഡിയോ ഒക്കെ അല്ല, അല്ലെങ്കിൽ തുടങ്ങിയ ആദ്യത്തെ 1 മന്തിലല്ല ഇതെല്ലാം അങ്ങനെ കണ്ടിന്യൂസ് വരുന്നത്. അത് ഇങ്ങോട്ട് എത്തണം, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ള സാധനം, എനിക്ക് ടൈം ഉണ്ട് എന്നുള്ള സാധനം ഞാൻ എന്നോട് മനസ്സിലാക്കണം. ഞാൻ റിലേറ്റ് ചെയ്യാൻ പോരുത്, ഇതൊന്നും റിലേറ്റ് ചെയ്യാൻ പോരുത്. നമ്മള് റിലേറ്റബിൾ അല്ല ഇതൊന്നും. നമ്മുടെ കാര്യം നമ്മുടെ കയ്യിലും, ഇത് അവരുടേത് അവരുടെയാണ്. ക്യാമറ എന്നുള്ളത് നമ്മളത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ ഈ ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ആക്ച്വലി. എല്ലാം നമ്മൾ കാണുന്നതല്ല സത്യം, നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതല്ല സത്യം, നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ ലൈഫ് അങ്ങനെയല്ലല്ലോ എന്നുള്ള ഒരു ഓവർ തിങ്കിങ് വരുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ഓവർ തിങ്കിങ്. ഇപ്പൊ ഈ പേജ് തന്നെ ഏവം സോൾ, അത് സ്റ്റോയിക് ഫിലോസഫീനെ നമ്മൾ ഒന്ന് മലയാളീസിന്റെ ഇടയിൽ കുറച്ചും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ അവർക്ക് കുറച്ചും കൂടി ഷെയർ ചെയ്യാൻ, എന്റെ തോട്ട്സുകൾ ഞാനോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തുടങ്ങിയ ഒരു അക്കൗണ്ടാണ്. സോ നമുക്ക് അതിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കാം. സെനേഗ ഒരു സ്റ്റോയിക് ഫിലോസഫർ ആണ്. പുള്ളിക്കാരന്റെ സ്റ്റോയിക് ഫിലോസഫർ. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്, കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. വി സഫർ മോർ ഇൻ ഇമാജിനേഷൻ ദാൻ ഇൻ റിയാലിറ്റി. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു ഇങ്ങനെ സ്റ്റോയിക് ഫിലോസഫറിന്റെ വേർഡ് ആണെന്നുള്ളത് ഒരു അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു കോട്ട് കേട്ടിട്ടുണ്ട്. ഓക്കെ, അത് അഗ്രി ചെയ്യുന്നുണ്ടോ നിങ്ങൾ? Actually, we suffer more in imagination than reality.
ഇറ്റ് ഈസ് ട്രൂ ആക്ച്വലി. ഓഫൺ ടൈംസ് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന പോലെ അല്ല പല കാര്യത്തിലും റിയാലിറ്റി. ഇപ്പോൾ അതിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, ഇപ്പോൾ ഈ നോ എന്ന് പറയുന്ന കേസ് കോമൺലി ഓൾമോസ്റ്റ് എല്ലാവർക്കും പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ നോ എന്ന് പറയുന്നത്. ഒരാളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് തിരിച്ച് നോ എന്ന് പറയാനുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ ഇമാജിൻ ചെയ്യണം. ഇപ്പോൾ ഞാൻ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെന്ത് വിചാരിക്കും. ഇപ്പൊ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, ഞാൻ ഭയങ്കര ബിസിയാണ്, എനിക്ക് തീരെ ടൈമില്ല. ഇപ്പൊ എന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഡിസൈനറാണ്, പേഴ്സണലി ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്ന ആളാണ്. ഭയങ്കര ബിസി ആയിട്ടുള്ള ടൈമിൽ ഇയാൾ എന്നിട്ട് ഒരു ഹെൽപ്പ് ചോദിക്കും, ഒരു പോസ്റ്റർ ഉണ്ടാക്കി തരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് അയാളോട് നോ എന്ന് പറയുമ്പോൾ, അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ്, ഞാൻ പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന വർക്കാണ്, അപ്പൊ എനിക്ക് ചെയ്യാൻ അറിയുന്നുള്ള ആൾക്കാരെ, പക്ഷെ ഞാൻ ചെയ്യാൻ പറ്റൂല, പെട്ടെന്ന് പറ്റൂല, ആളെന്ത് ചിന്തിക്കും. ആ ഒരു മൈൻഡ് സെറ്റ് അത് ഞാൻ ഇമാജിൻ ചെയ്തു അയാള് അങ്ങനെ ഇത് ചിന്തിക്കുന്നുള്ളു. ഇപ്പൊ ഞാൻ അങ്ങനെ ബാഡായിട്ട് ചിന്തിക്കും, മോനെന്താ ചാടാവോ, കുറെ വർക്ക്, ഒരു ബിസി, അങ്ങനത്തെ സെറ്റപ്പിൽ അങ്ങനെയാണെന്നുള്ള വൈക്കാൻ ചിന്തിക്കാം. അങ്ങനെ ഞാൻ ഇമാജിൻ ചെയ്തു. പക്ഷെ ഇൻ കേസ് ഞാൻ അവിടെ നോ എന്ന് പറഞ്ഞു, ഇങ്ങനെ ബിസിയാണ്, ഇപ്പൊ ഇങ്ങനെ ഭയങ്കര തിരക്കുള്ള ടൈമാണ്, എനിക്ക് ചെയ്യാൻ പറ്റില്ല, ബിസിയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വേറെ ഡിസൈനർ നോക്കിക്കോ. ആൾക്ക് വേറെ ഒന്നുമില്ല, കാരണം ആള് വേറെ ഡിസൈനർ, ആൾക്ക് ടൈമിൽ വർക്ക് കിട്ടണം, ആള് വേറെ ഡിസൈനർ നോക്കി, അവിടെ വേറെ ഒന്നുമില്ല. അപ്പൊ എന്റെ മൈൻഡിൽ ആളിനെ കുറിച്ച് വേറെ ബാഡായിട്ട് ചിന്തിക്കും, ഇതാക്കും, അങ്ങനെ ആ ഒരു ഇമാജിനേഷൻ കൊണ്ടുവന്നു. ഇൻഫാക്ട് റിയാലിറ്റിയിൽ ആളൊന്നും ചിന്തിച്ചില്ല, ആളടുത്ത ആളെടുത്തു, ആളുടെ വർക്ക് ചെയ്തു. അതൊരു എക്സാമ്പിൾ. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ഇമാജിനേഷൻ നമ്മളെ വേസ്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നു. ഈ ഒരു ഓവർ തിങ്കിങ്ങിന്റെ ഭാഗത്ത് ഇമാജിനേഷൻ വേസ്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നു. ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ലൈഫിൽ തന്നെ, ഇപ്പൊ ഈവൻ ഹരിന്റെ ലൈഫിൽ തന്നെ ഒരുപാട് ഉണ്ടാവാം. ചിന്തിച്ച് നോക്കിയാൽ ഒരുപാട് നമ്മൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ടുള്ള വേസ്റ്റ് എക്സ്പീരിയൻസുകൾ ഒരുപാട് ഉണ്ടാവും. ഒബിയസ്ലി എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ഉണ്ടാവും. സോ ഇറ്റ്സ് ട്രൂ ദാറ്റ് ഈ ഇമാജിനേഷൻ ഓഫൻ കിൽസ് അവർ ഹാപ്പിനെസ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പൊ ഈ ഇമാജിനേഷൻ ഓഫൺ ടൈം നമുക്ക് ഈ ഒരു സഫർ മോർ എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചു ചിന്തിക്കാം. ഇപ്പൊ ഞാൻ ഒരു ഹാപ്പി മൊമെന്റ് ആയിട്ട് ഞാൻ ഇമാജിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ടുള്ള പ്രൈസ് വിൻ ചെയ്യുന്നതായിട്ട് കിട്ടിയില്ല, എനിക്ക് ആ പ്രൈസ് കിട്ടിയില്ല, അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ പ്രൈസ് എനിക്ക് കിട്ടിയതായിട്ട് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമാജിനേഷനിൽ ഞാൻ സഫർ ചെയ്യല്ല, അവിടെയാണ് ഞാൻ ജോയ് കണ്ടെത്തുന്നത്. റിയൽ ലൈഫിൽ ഞാൻ തോറ്റിക്കുകയാണ്, നേരെ മറിച്ച് അവിടെ ഇമാജിനേഷൻ ഞാൻ ജയിച്ചു. നമ്മൾ എങ്ങനെ ഇമാജിൻ ചെയ്യുന്നു, നമ്മൾ നമ്മുടെ തോട്ടിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളെടുത്താണ് കാര്യം. ഈ സ്റ്റോയിക് എന്നുള്ള ഒരു മെയിൻ ആയിട്ട് വരുന്നത് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാധനത്തിനെ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു മെയിൻ ഐഡിയ ആണല്ലോ സ്റ്റോയിസിസം. അപ്പോൾ ഈ ഓവർ തിങ്കിങ് എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കേസാണ്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാം, അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ഇത് മാത്രമാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അങ്ങനെയാണ്. പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ മന്തില് ഒരു പ്രോഗ്രാം നടത്തി, ഒരു ഈവന്റ് നടത്തി ഞങ്ങളുടെ കോളേജില്. അപ്പൊ അതിന്റെ ബ്രോഷർ ചെയ്തത് ഇവനായിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞു കുറച്ച് തിരക്കുണ്ട്, നല്ല ബ്രോഷറാണ് ഉണ്ടായി തന്നു. അതിന്റെ ബാക്കി പോസ്റ്റേഴ്സ് ചെയ്യാൻ നേരില്ല. വേറൊരു ഫ്രണ്ട് ഇതേമാതിരി ചോദിച്ചു പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന ചെയ്തു തന്നു. എനിക്കവിടെ ആവശ്യം ആ ഇവന്റിന് മുന്നേ പോസ്റ്റേഴ്സ് ഇട്ട് തന്നതാണ്. ഞാനപ്പോ അത് ഇവനെ ഇനിയിപ്പോ എന്താ ഉണ്ടാക്കി തന്നാല്, അത്ര കാലം ഈ ഫ്രണ്ട്സാ, പിന്നെ എന്തോനെ ഉണ്ടാക്കി തന്നാലും ആലോചിക്കേണ്ട കാര്യമില്ല. അത് ആലോചിച്ചിരുന്നാല് അന്നത്തെ ആ ഇവന്റ് ഞാൻ മാനേജ് ചെയ്യണതും പ്രശ്നമാണ്, ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടും പ്രശ്നമാണ്. ആലോചിക്കാതെ എന്ത് ചെയ്തു ഞാൻ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള ഞാൻ കരുതിയില്ല. ഇല്ല, അത് ആലോചിക്കാതെ ഞാൻ അടുത്ത ഫ്രണ്ടിലേക്ക് പോയി. അത് ഞങ്ങൾ തമ്മിലതാണ്. ഇനിയിപ്പോ അതല്ലാതെ വേറെ ആളാണെങ്കിലും ഇപ്പൊ അവർക്ക് പോവില്ലല്ലോ, ഞങ്ങളത് ബോണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. ആലോചിക്കാതെ ഞാൻ അടുത്ത ഫ്രണ്ടിലേക്ക് പോയി എന്നുള്ളടത്താണ് ആ നല്ല ഇത് വരുന്നത്. അങ്ങനെ തന്നെ പറയാൻ പറ്റി ആലോചിച്ചിരുന്നാലും അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം വരുള്ളൂ. അതാണ് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക്ഷോപ്പിന്റെ കാര്യം. ആ സാർ എന്തെങ്കിലും വിചാരിക്കോ അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും വിചാരിക്കോ എന്ന് പറഞ്ഞുകൊടുത്താണ് ഞാൻ സഫർ ചെയ്യണത്. ഞാനത് സാറിനോട് ചോദിച്ചപ്പോ അല്ലെങ്കിൽ എന്റെ ഡൗട്ടുകൾ ഡിസ്കസ് ചെയ്തപ്പോ എനിക്കത് ഗുണമാണ്, സാറിനും അത് സന്തോഷമായി, എനിക്കും അത് ഗുണമാണ്. എന്റെ ഡൗട്ടുകൾ ക്ലിയർ ആയി, പുതിയ കാര്യങ്ങൾ മനസ്സിലായി. ഞാനത് നമ്മളെ മൈൻഡിലാണത് സഫർ ചെയ്യണത്. റിയാലിറ്റിയിലേക്ക് വരുമ്പോ അതൊരിക്കലും പ്രശ്നമാവുന്നില്ല. സോ വി ആർ കമ്മിങ് ടു ദ എൻഡ്. ഓവർ തിങ്കിങ് എങ്ങനെയാണ് നമുക്ക് തടയാൻ പറ്റുക, എങ്ങനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും? സോ ഈ ഓവർ തിങ്കിങ് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓവർ തിങ്കിങ് ഈസ് ബാഡ്, പക്ഷെ അത് നമ്മൾ ഓവറായിട്ട് ആ ഒരു ബാഡ് പെർസ്പെക്റ്റീവ് തിങ്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അത് ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇൻഫാക്ട് ഞാൻ നമ്മൾ ഗുഡ് പെർസ്പെക്റ്റീവിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ലൈക്ക് ഇപ്പൊ ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഓവർ തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊരു സ്റ്റേജിൽ ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഇപ്പം പറഞ്ഞു, എനിക്ക് സ്റ്റേജ് ഫിയറിൽ എക്സ്പീരിയൻസ് ആയി, അതുകൊണ്ട് തന്നെ എനിക്കൊരു പെട്ടെന്നൊരു മൈക്ക് നിന്ന് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ
ഓക്കെ എനിക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇൻഫാക്ട് ഞാൻ ഫസ്റ്റ് ടൈം സ്റ്റേജിൽ കയറിയ ടൈമിൽ ഞാൻ ഈ ഒരു ഓവർ തിങ്കിങ് വെച്ചിട്ടാണ്, പോസിറ്റീവ്ലി ഓവർ തിങ്ക് ചെയ്തിട്ടാണ് സ്റ്റേജിൽ കയറിയത്. അതായത് ഞാൻ തിങ്ക് ചെയ്തത് ഇപ്പോൾ നോർമലി എല്ലാവരും ചെയ്യുക, നമ്മൾ സ്റ്റേജിൽ കയറുന്നു, മുന്നിൽ കുറേ ആൾക്കാർ, ഇവരെല്ലാവരും നോക്കുന്നു, ടെൻഷനാവും, ഹാർട്ട് ബീറ്റ് കൂടും, അങ്ങനത്തെ ആ ഒരു ഇതിലാണ് നോർമലി എല്ലാവരും തിങ്ക് ചെയ്യുക. ഇൻഫാക്ട് ഞാൻ കയറിയ ടൈമിൽ, ഫസ്റ്റ് ടൈം ആ സ്റ്റേജിൽ കയറിയ ടൈമിൽ തിങ്ക് ചെയ്തത് ടെൻഷൻ വരും, നോർമലാണ്, അത് നോർമലാണ്, അത് കൺട്രോൾ, അത് വരണം, ടെൻഷൻ ഇല്ലെങ്കിലാണ് പ്രശ്നം വരിക എന്നുള്ളത്. അത് ഫസ്റ്റ് ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചു സ്റ്റേജിൽ കയറി. സ്റ്റേജിൽ കയറുമ്പോൾ ഈ ഓഡിയൻസ് ഇരിക്കുന്നത് എന്റെ മെസ്സേജ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്റെ അടുത്തുള്ള മെസ്സേജ് അവർക്ക് കൺവേ ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തം എന്നുള്ളതിൽ ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ കയറുന്ന മുമ്പേ ആ ഒരു തോട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ കയറിയ ടൈമിൽ എനിക്ക് ഒരു പേടിയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായില്ല, കാരണം ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം ഓവർ തിങ്ക് ഞാൻ ആ സ്റ്റേജിൽ ഇതിനു മുമ്പ് കയറി, അവിടെ നിന്നും ഓഡിയൻസ് എന്റെ മുമ്പിലുണ്ട്, ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് പറയേണ്ടത് എന്നുള്ളത് ഈ ഓവർ തിങ്കിങ് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഇമാജിൻ ചെയ്ത് വെച്ചു. ഇമാജിൻ ചെയ്തിട്ട് ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് വെച്ചു. എന്റെ ഇമാജിനേഷനിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തു. സോ അവിടെ എനിക്ക് ഓവർ തിങ്കിങ് ഒരു അഡ്വേഴ്സ് എഫക്ട് അല്ല തന്നത്, ഒരു പോസിറ്റീവ് എഫക്റ്റ് ആണ് തന്നത്. സോ അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് ഈ ഓവർ തിങ്കിങ്ങിനെ നമ്മൾ പോസിറ്റീവ്ലി ചേഞ്ച് ചെയ്യാറുണ്ട്. പോസിറ്റീവ്ലി നമ്മൾ അതിനെ കാണാൻ പറ്റും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഒരിക്കലും ബാഡ് ആവില്ല. ഇപ്പൊ ഈ ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. ആക്ച്വലി നമ്മുടെ ലൈഫിൽ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് വരെ നമ്മൾ പോകും. കാരണം ഈ ഒരു ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മുടെ ലൈഫിൽ ഉള്ളൊരു സാധനമാണ് ഈ ഓവർ തിങ്കിങ്. ഒരു അഡിക്ഷൻ പോലെ നമ്മൾ കോമൺ ആയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ എന്തൊരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. കോമൺ ആയിട്ട് സ്ഥിരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് അതങ്ങ് നിർത്തുമ്പോൾ അതാവും അയാൾ ഡിപ്രഷനിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇൻസ്റ്റെഡ് നമ്മൾ ഈ ഓവർ തിങ്കിങ്ങിന് പോസിറ്റീവ്ലി കൺവേർട്ട് ചെയ്യും. ഈ പോസിറ്റീവ്ലി നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിന് പോസിറ്റീവ്ലി ആണ് എഫക്ട് ചെയ്യും. നമ്മളെന്താണ് നമ്മുടെ തോട്ട് എന്താണോ അതാണ് നമ്മൾ റിഫ്ലക്ട് ചെയ്യും. നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട്, റിയൽ ലൈഫ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഒരു വഴി കൂടെ നമ്മളൊരു ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിലൂടെ നടക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരെ കാണും. ഞാൻ കോമൺ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുന്നു, ഓപ്പോസിറ്റ് ഒരാളാണ്, പെട്ടെന്ന് എന്റെ ഇത് തോളത്ത് തട്ടി, രണ്ടുപേരും വീണു. പെട്ടെന്ന് അയാൾ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അതിനകത്ത് ദേഷ്യപ്പെടാനൊന്നുമില്ല, കോമൺ ആയിട്ട് നടക്കുമ്പോൾ കാണാതെ തട്ടി വീണ് നന്നായിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് അയാൾ പോയത്. അവിടെ ഞാൻ ഇരുന്നിട്ട് ഇയാൾ എന്തിനാ പിന്നെ ദേഷ്യപ്പെട്ട്, കാണാതെ തട്ടിയതല്ലേ, അല്ല കോമൺ ആയിട്ട് എല്ലാവരും വീണല്ലേ, സംഭവിക്കണല്ലേ, എന്തിനാ പിന്നെ ദേഷ്യപ്പെട്ടത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആകും. ഒരാവശ്യമില്ലാണ്ട് അയാൾ എന്നോട് ദേഷ്യപ്പെട്ടു, അപ്പൊ അയാളോട് പെട്ടെന്ന് ഇങ്ങനെ ഒരു അറിയാതെ തട്ടിയതല്ലേ, അറിയാതെ നടന്ന സംഭവത്തിന് ഇങ്ങനെയൊക്കെ പറയണോ എന്നുള്ള മൈൻഡ് സെറ്റ് ആവും. ഞാൻ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എന്നെ താഴെ കൊണ്ടുപോകും. നേരെ കുറച്ച് ഓക്കെ അയാൾ ചൂടായി, ബിക്കോസ് അയാളുടേതായിട്ടുള്ള ലൈഫിൽ അയാളുടേതായിട്ടുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ മാനേജ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ കൂടെ വന്നപ്പോൾ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അയാൾ എന്നോട് ദേഷ്യപ്പെട്ടു. ആ മൈൻഡ് സെറ്റിനകത്ത് തോട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഓക്കെ അയാളുടേതായുള്ള ലൈഫിൽ പ്രോബ്ലംസ് കൊണ്ടാണ് ഞാൻ ചൂടായി, വിഷയമല്ല, അയാളെ പാട്ടിന്, പിന്നെ ഞാൻ എന്റെ പാട്ടിന്, അതവിടെ കഴിഞ്ഞു. അത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു. സോ അത് നമുക്ക് ഈ ഒരു കൺട്രോൾ ചെയ്യാന്നുള്ളൊരു എന്റെ കോൺസെപ്റ്റില് ഓർത്തിങ് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ മാനേജ് ചെയ്താൽ മതി. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പോസിറ്റീവ് രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. സോ പറഞ്ഞതിന്റെ അപ്പുറം എന്ന് പറയാൻ, നമ്മൾ ഈ പോസിറ്റീവായിട്ട് ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമ്മളത് നമ്മുടെ വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാവണം. ഇത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. അതൊരു ഫ്യൂലാക്കി മാറ്റി നമ്മുടെ വർക്ക് നടക്കണം. ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കും അങ്ങനെ പോസിറ്റീവായിട്ട് കാര്യമില്ല. പരീക്ഷയ്ക്കും പഠിക്കണം. ആ പോസിറ്റീവ് ഇങ്ങനെ പരീക്ഷയ്ക്ക് പൊട്ടും ഉള്ള ടെൻഷൻ മാറ്റിയിട്ട്, അയ്യോ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ള ടെൻഷൻ മാറ്റി, എന്നെ കൊണ്ട് പഠിച്ചാൽ കഴിയും, ഒരു ദിവസം കൂടെ എന്നുള്ള സാധനം കൊണ്ട് അത് വെച്ചിട്ട് ഞാൻ പഠിക്കാതിരിക്കണം. ഞാൻ പരീക്ഷയ്ക്ക് പാസ്സാവുന്നുള്ള മോട്ടിവേഷൻ ഓവർലോഡ് ഉള്ള സിറ്റുവേഷനിൽ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോ പരീക്ഷ എന്നല്ല, ഇപ്പൊ എന്റെ കോൺഗ്രേഷനിലാണെങ്കിലും എന്റെ അത്ലറ്റിക്കിലായാലും ഏതിലാണെങ്കിലും നമ്മൾ ആ പോസിറ്റീവ് ഓവർ തിങ്കിങ് എന്നുള്ളത് വർക്കിലേക്ക് എത്തണം. വർക്കിലേക്ക് കൺവേർട്ട് ചെയ്തെങ്കിലേ കാര്യമുള്ളൂ. തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. നമ്മൾ വർക്കിലേക്ക് കൂടി കൺവേർട്ട് ചെയ്ത് കഴിയുന്നതോട് കൂടിയാണ് നമ്മുടെ ലൈഫിലേക്ക് അതിനോട്ട് മെച്ചം ഉണ്ടാകും. അതർവൈസ് സ്റ്റിൽ വേസ്റ്റ് ഓഫ് ടൈം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. എന്തായാലും നിങ്ങൾ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. Okay, shall we meet again? Okay, sure. Yeah.